നമസ്കാരം. ശബരിമല അയ്യപ്പന്റെ മുതലടിച്ചു മാറ്റാൻ കാണിച്ച ധൈര്യമുള്ള സർക്കാർ. എന്നിട്ട് നമുക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് കൈ മലർത്തിയാൽ നമ്മൾ മലയാളികൾ എന്താ മണ്ടന്മാരാണോ? ഇതിനെക്കുറിച്ച് അറിയാതെ പോകുമെന്ന് കരുതിയോ? ഇനി എത്ര വാർത്ത ഇതിന് മണ്ടയ്ക്ക് വന്നാലും മലയാളികൾക്ക് കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, അവർക്കതിനുള്ള അഭിപ്രായമുണ്ട്. സാധാരണക്കാരിയായ വീട്ടമ്മമാർക്ക് വരെയുണ്ട് അഭിപ്രായം. ചെറുതല്ല അവരുടെ അഭിപ്രായം ചോദിച്ചറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ നമ്മുടെ ശബരിമല അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള ഒന്നാണ്. കാരണം ഒരു വീട്ടിലെ ഒരു അച്ഛനോ അല്ലെങ്കിൽ മകനോ ശബരിമലയിലേക്ക് പോകുമ്പോൾ അമ്മയാണ് എല്ലാം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ അയ്യന്റെ മുതൽ തന്നെ അടിച്ചു മാറ്റി പോയപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ആ വാർത്ത കേട്ടപ്പോൾ എന്താ തോന്നിയത്? വാർത്ത കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ ഇവര് വനിതകളെ കയറ്റിയ ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ഇത് പുറത്തു വന്നതെങ്കിലും ആ സമയത്തൊക്കെ തന്നെയാണ്. ആ വനിതകളെ കയറ്റിയ സമയത്ത് ആ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ തലത്തിലുള്ള ഇലക്ഷൻ വന്നപ്പോൾ ഇത് വന്ന തിരിച്ചടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഈ കൊള്ള നടക്കുന്നതും ആ കാലഘട്ടത്തിലാണ് ആ കൊള്ള നടക്കുന്നത്. ശബരിമല കൊള്ളയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. അവർ മണ്ടന്മാരാണെന്നേ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം, ഞാനൊരു അമ്മയല്ലേ, ഒരു വീട്ടമ്മയല്ലേ. അപ്പൊ എന്റെ മക്കളെ ഭാവിയാണ്, ഞങ്ങളുടെ ഭാവി കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളുടെ ഭാവി, അവരുടെ തലമുറ നിലനിൽക്കുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ഈ പണത്തിന് വേണ്ടി ആക്രാന്തം പിടിച്ച് ചെയ്യുന്നവരൊന്നും കുടുംബത്തിൽ സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സ്വർണം, ഇതിപ്പോ അയ്യപ്പന്റെ ആയാലും ഗുരുവായൂരായാലും എവിടെയായാലും ദൈവത്തിന്റെ മുതല് കട്ട് തിന്നുന്നവർക്ക് അവർക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവരുടെ തലമുറ വരുമ്പോഴുണ്ടല്ലോ ഒന്നൊന്നര പിടിയായിരിക്കും അയ്യപ്പൻ തരുന്നത്. അവരുടെ മക്കളെ ഭാവി കളഞ്ഞു കുളിച്ചിട്ട് നമ്മൾ സൂചിച്ച് നമ്മൾ നാളെ പോകും. നമ്മൾ ആരും ഇവിടെ പിന്നെ ഭൂമിയിൽ ഉള്ള കാലം ജീവിക്കുന്നവരല്ല. അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടിയായാലും രാഷ്ട്രീയക്കാരായാലും ദേവസ്വം ബോർഡുകാർ മാത്രമായിട്ട് ഇതൊന്നും ചെയ്യത്തില്ല. അതാത് ഭരിക്കുന്ന രാഷ്ട്രീയക്കാര്, ഏത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അവരുടെ അറിവോടുകൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ തലമുറ നശിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ളവർ നമ്മുടെ ജീവിതം സുഭിക്ഷമായിട്ട് പോകുമായിരിക്കും. അപ്പോൾ കക്കുന്ന ആ പൈസ കൊണ്ട്, ആ മോഷണം മുതൽ കൊണ്ട് നമ്മുടെ ഏത് ക്ഷേത്രത്തിലെടുത്താലും അതുപോലെ തന്നെ ദൈവത്തിന്റെ പൈസ മോട്ടിക്കോ അവരുടെ തലമുറ നശിച്ചു പോകും. ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അതേ പറയാനുള്ളൂ. ആ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഞങ്ങൾ തദ്ദേശ ഭരണ കാലത്ത് തരത്തില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നിരിക്കും. അത് ഇപ്പോ ഈ ഒരുപാട് വിഷയം വരുന്നുണ്ടല്ലോ. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം വാസു പിടിയിലാവുന്നു, പത്മകുമാർ പിടിയിലാവുന്നു, ഇവരെല്ലാവരും പിടിയിലാവുന്നു. ഇന്ന് വാസുവിന് ജാമ്യം ഇല്ല എന്ന് കോടതിയുടെ വിധി വരുന്നു. അത് അപ്പോഴായിരിക്കുമാണ് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടൽ വിഷയം, രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഒക്കെ വരുമ്പോൾ അതങ്ങനെ പതിയെ നമ്മുടെ ശബരിമലയുടെ വിഷയം അങ്ങ് മാച്ച് കളയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ വാർത്തകൾ കാണുമ്പോൾ? അത് മീഡിയക്കാരുടെ ഒരു ഇതാണ്. അവർക്ക് റേറ്റിംഗ് കൂടാൻ വേണ്ടി അവർ മത്സരമല്ലേ. അപ്പോഴ് പല രാഷ്ട്രീയ കക്ഷികളിലുള്ള മീഡിയ ആണ് ഉള്ളത്. അപ്പൊ അവർ ഇത് മൂടാൻ വേണ്ടി ചെയ്യുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. 2-3 രാഷ്ട്രീയ കക്ഷികളിലുള്ള മീഡിയസും ഉണ്ടല്ലോ. അപ്പൊ അവരിത് മൂടാൻ വേണ്ടി ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. തെറ്റ് തന്നെയാണ്, അത് നമ്മൾ തെറ്റല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു വളഞ്ഞിട്ട് ആക്രമണം നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്ന് ശബരിമലയിലെ മോഷണം വീട്ടമ്മമാരായാലും ജനങ്ങളായാലും മറക്കത്തില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും പാർട്ടിയിലുള്ളവർ തന്നെ തിരിഞ്ഞ് നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കും. അത് ഒരിക്കലും ദൈവത്തെ മറന്നുള്ള കളിയൊന്നും നമ്മൾക്ക് പറ്റത്തില്ല. പിന്നെ രാഹുൽ ഈശ്വറിന്റെ കാര്യമായാലും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എല്ലാ വിഷയത്തിലും ഞാൻ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാ വിഷയത്തിലും. പക്ഷെ ചില വിഷയങ്ങളിൽ ബോച്ചയുടെ ആയാലും അങ്ങനെയുള്ള ആനുകാലികമായിട്ട് വരുന്ന ചില വിഷയങ്ങളിൽ രാഹുലിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ധൈര്യമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരും വേണം. അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരായാലും മതത്തെ ആയാലും എല്ലാം വഴിതെറ്റി വിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ പിന്നെ ഏറ്റവും കൂടുതൽ അതിക്രമം കാരണം നമുക്ക് നല്ല കാര്യങ്ങളും കിട്ടുന്നുണ്ട്, അഴുക്ക കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വറിനെ ആയാലും ഞാൻ ഒരു 75% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലൊന്നും 100% രാഹുൽ ഈശ്വറിനെതിരാണ്. എന്നാലും രാഹുൽ ഈശ്വറിനെ ഇഷ്ടപ്പെടുന്നു. അതായത് ഈ രാഹുൽ ഈശ്വരൻ പറഞ്ഞിരുന്നു പത്മകുമാർ സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു അന്ന്, ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെയാണ് പത്മകുമാർ ഇവിടെയും അവിടെയും എന്ന പോലെ ഇവിടെയും കള്ളത്തരത്തിന് കൂട്ടുനിന്നു, അവിടെ യുവതി പ്രവേശനത്തിന് ഇവർക്ക് മറ്റെല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? കാരണം നമ്മളൊരു സാധാരണക്കാരായ ഒരു ആൾക്കാരെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അയ്യപ്പനെ കാണാൻ പോലും തള്ളിവിടുന്നൊരു മട്ട്. പക്ഷേ അതേ അയ്യപ്പൻ്റെ തന്നെ മുതലടിച്ചു മാറ്റാൻ ഇവർക്ക് ആരെയും പേടിയുമില്ല.
അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്. അയ്യപ്പന്റെ മുതൽ കെട്ടാൽ അത് തലമുറയായിട്ട് നശിക്കുന്നതാണ്. അത് പത്മകുമാറിൽ മാത്രം ഒതുങ്ങുന്നതൊന്നുമല്ല. ഒരു പത്മകുമാർ വിചാരിച്ചാൽ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ മോഷണം നടത്താവുന്നോ ഒരു തിരിമറി നടത്താവുന്നോ ഒരു വാസു വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിന് പ്രത്യേക അജണ്ടയുണ്ട്. മോൾ തട്ടിൽ നിന്ന് തന്നെ അന്വേഷണം വരണം. അത് നിഷ്പക്ഷമായിട്ട്. ഇപ്പൊ BJP ആണല്ലോ ഭരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വേണമെന്ന് ഞങ്ങൾ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അമ്പലത്തിൽ തൊട്ട് കളിക്കുന്ന കളിക്ക് ഞങ്ങൾ അമ്പലമായാലും പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അതിലൊന്നും പിന്നെ തൊട്ട് കളിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് അയ്യപ്പൻ വികാരമാണ് മലയാളികളുടെ. ആ വികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചാൽ പിന്നെ വെച്ച് പൊറപ്പിക്കേണ്ടതില്ല എന്നല്ലേ വിശ്വസിക്കുന്നത്? അതിപ്പോ ജനങ്ങൾ ഇപ്പൊ അവരുടെ സ്വാധീന വലയത്തിലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്തിട്ടും ഇത്രയും മീഡിയ അറ്റൻഷൻ അങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ അത് ഭഗവാൻ കൊടുത്തോളൂ എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങളും കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? വീട്ടമ്മമാര് എല്ലാവരും ഒക്കെ കൂടിയിരിക്കുന്ന സമയത്ത്? തീർച്ചയായിട്ടും ചർച്ച ചെയ്യാറുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും പറയുന്നത് ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇപ്പോൾ പിന്നെ വരുന്നത് എല്ലാം ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല കേട്ടോ. അത് ഒന്നോ രണ്ടോ തെറ്റൊക്കെ കാണും. ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇത്രയും പഠിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടില്ല. ആ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ അത് ഒന്ന് സമയമെടുത്തല്ല ചുമ്മാ കമ്പ്യൂട്ടറിൽ അടിച്ച് ഫീഡ് ചെയ്ത് കൊടുക്കണ കാര്യമില്ല. അത് പഠിക്കാൻ സമയം വേണം. രാഷ്ട്രീയത്തിനുള്ള പൊതുപ്രവർത്തനത്തിനുള്ള സമയം വേണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് മാത്രം റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. അതുപോലെ തന്നെയാണ് അയ്യപ്പന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാം സ്ത്രീകൾ വനിതകൾ ഞങ്ങൾ കൂടുന്നിടത്തെല്ലാം ഞങ്ങൾ ഇത് ചർച്ചയാക്കാറുണ്ട്. ഞങ്ങൾ അമ്മമാരെല്ലാം അതിനായിട്ട് അനുകൂലമായിട്ടാണ്. തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. ഈ രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവര് പിന്നെ സ്ത്രീ വിഷയത്തിലൊക്കെ വിഷയമുള്ളവർ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം. അതൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാത്തതാണ്. അതാ ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് പ്രേമിക്കുന്നവർ അത് മറ്റ് ലക്ഷ്യങ്ങളുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചതാണ്. അയ്യപ്പന്റെ കാര്യം ഒളിച്ചു വെക്കാൻ വേണ്ടിയാണ്. അത് ആരായാലും അയ്യപ്പന്റെ മുതൽ മോട്ടിച്ചാൽ അവർക്ക് നിലനിൽപ്പില്ല. വളരെയധികം നന്ദി മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. ഇത് തന്നെയാണ് അന്തിച്ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും മുതലാളിമാർ പറയുന്നതല്ല അഭിപ്രായം. ഇതാണ് അഭിപ്രായം, സാധാരണക്കാരുടെ അഭിപ്രായം. വ്യക്തമായി കാണുമല്ലോ.